കോടതിയാണ് പ്രതികളെ ശിക്ഷിച്ചത്. സ്ത്രീധന പീഡന കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത്. 2017 ഓഗസ്റ്റിലാണ് പ്രീതി സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയത്. കൊല്ലം പത്തനാപുരത്ത് പുലികളിറങ്ങിയ സംഘത്തിലെ 12കാരനെ മർദ്ദിച്ചെന്ന് പരാതി. വീട്ടിൽ മുട്ടിവിളിച്ചെന്ന കാരണം പറഞ്ഞ് മദ്യലഹരിയിൽ മർദ്ദിച്ചെന്നാണ് പരാതി. കരവാളൂർ സ്വദേശിയും കമുകംചേരിയിൽ താമസക്കാരനുമായ ബിനുവിനെതിരെയാണ് കേസ്. കടുവയെ വേഷമിട്ട കുട്ടിയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളിയിട്ട ശേഷം ദേഹത്തടിച്ചും ചവിട്ടിയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പത്തനാപുരം പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകിയിട്ടുണ്ട്. ഓണക്കളിക്കായിട്ട് കുറേ കുട്ടികളെല്ലാവരും കൂടെ ഇത് കണക്ക് പോയതാണ് വീട്ടിൽ. അവിടുത്തെ ആ വീട്ടിലെ ഒരു ചേട്ടൻ ഇത് കണക്ക് കുഞ്ഞിനോട് അതിക്രൂരമായിട്ടാണ് പെരുമാറിയത്. കതവിൽ മുട്ടിയത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ അകത്തുനിന്നേ തെറി വിളിച്ചുകൊണ്ടാണ് വന്നത് കുഞ്ഞുങ്ങളുടെ അടുത്ത്. അവന് ശ്വാസം മുട്ട കൊടുക്കാൻ കഴുത്തിൽ പിടിച്ചപ്പോൾ നല്ല വേദനയുണ്ട്, നീര് പോലും ഉണ്ടായിരുന്നു. അത് ഇച്ചിരി തൈലമൊക്കെ ഇട്ട് മാറി തൊഴിച്ച് ഇവിടെ ഇങ്ങനെ തൊഴിക്കുകയും ചെയ്ത്, എന്നിട്ട് കുഞ്ഞ് തറയിൽ വീണിട്ട് പിന്നെയും കുഞ്ഞിനെ ചവിട്ടാനെ കൊണ്ട് കാലും മടക്കി. നമ്മൾ 2 ദിവസം മുന്നേ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയെല്ലാം കൊടുത്ത് ഇതിനെതിരെ അയാൾക്ക് നല്ല രീതിയിൽ ശക്തമായിട്ടൊരിത് വേണം. കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്ത് ചങ്ങരോത്ത് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം അനിയന്ത്രിതമായി പടരുന്നു. പഞ്ചായത്തിൽ ഇതുവരെ 200ഓളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്.